എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് എസെൻഷ്യൽ ഓയിൽസിന്റെ യൂസസ്. നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടല്ലേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ്. ലാവൻഡർ ഓയില്, ടീ ട്രീ ഓയില്, ജോജോബ ഓയില്, പിന്നെ അരഗൻ ഓയില്, അങ്ങനെ ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. പലർക്കും ഈ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാൻ അറിയില്ല. കറക്റ്റായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ ഗുണങ്ങൾ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനൊന്നും അറിയാതെ കറക്റ്റായി ചില പേര് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ചേച്ചി അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യാമോ, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയാമോ എന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു എസെൻഷ്യൽ ഓയിൽ പരിചയപ്പെടുത്താം. എനിക്ക് ഉപയോഗിച്ചതിൽ ഒരുപാട് നല്ലതെന്ന് തോന്നിയ ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഒരുപാട് എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ല ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ സഹായിക്കുന്ന ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. അതിൽ ഒരു എസെൻഷ്യൽ ഓയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഒരുപാട് എസെൻഷ്യൽ ഓയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജോജോബ ഓയിലിനെ കുറിച്ചൊക്കെയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ ഈ ജോജോബ ഓയിൽ. നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കും ഒക്കെ പല രീതിയിൽ ഈ ജോജോബ ഓയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഓർഗാനിക് നേത്ര എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ജോജോബ ഓയിലാണ്. ഓർഗാനിക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മാക്സിമം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള കിട്ടുന്ന സാധനങ്ങൾ കുറച്ച് വില കൂടുതലാണെങ്കിലും നോക്കി വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ തലമുടിയാണ്, നമ്മുടെ ആരോഗ്യമാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, നല്ല ബ്രാൻഡാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഓർഗാനിക് നേത്ര ഞാൻ കുറച്ച് നാളായിട്ട് ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ നല്ല ഒരു ആ ഒരു ഫീൽ നല്ലതായിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു ബ്രാൻഡാണ് ഓർഗാനിക് നേത്രയുടെ ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ ഈ ജോജോബ ഓയിലിന്റെ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം. നമ്മളിത് എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. നമ്മൾ പല എസെൻഷ്യൽ ഓയിൽസും കരിയർ ഓയിലായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ. എന്താണ് കരിയർ ഓയിലായിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരു ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കരിയർ ഓയിലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ജോജോബ ഓയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സെബം പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സെബമില്ലേ, നാച്ചുറൽ ആയിട്ടുള്ള സെബം, അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു ജോജോബ ഓയിലിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ഒരു എക്സ്ട്രാ ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതേസമയം നമ്മുടെ സ്കിന്നിന്റെ അതേ ഒരു ടെക്സ്ചറുമായിട്ട് മാച്ച് ചെയ്ത് പോകാനായിട്ട് ജോജോബ ഓയിൽ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഫേസ് നല്ല പോലെ, ഇത് ഒരുപാട് പേര് ചോദിച്ചില്ലേ റിങ്കിൾസ് ഒക്കെ മാറ്റണം, നൈറ്റ് ടൈമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പറ്റിയ ഏറ്റവും നല്ല ഒരു ഓയിൽ ഏതാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പലർക്കും ഈ ഓയിലുകളൊക്കെ നമുക്ക് നൈറ്റ് ടൈം ഒക്കെ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേമാതിരി വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലെ നൈറ്റ്. ഇതിൽ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് എടുക്കുക. ഞാനിപ്പോൾ അത് മാറ്റി അല്ലാതെ തന്നെ എടുക്കുവാണ്. 2-3 ഡ്രോപ്സ് മതി കേട്ടോ. ജസ്റ്റ് 2-3 ഡ്രോപ്സ് എടുക്കാം. ഡ്രോപ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് കയ്യിലെടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തു നോക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ജസ്റ്റ് നമ്മുടെ കവിളിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ജോജോബ ഓയിൽ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ സ്കിന്നുമായിട്ട് അതങ്ങ് അബ്സോർബ് ആയി പോകും. നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഒരുപാട് ഓയിൽ മയം നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് സ്കിന്നിനോട് ചേർന്ന് സ്കിന്നിൻ സെബം പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിന് മാച്ച് ആകുന്നത് അതേ രീതിയിൽ ഇത് സ്കിന്നിനോട് ചേർന്ന് പോകും. അങ്ങനെയുള്ള ഓയിലാണ്, അങ്ങനെയുള്ള ജോജോബ ഓയിലാണ് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉള്ള ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ അത് നല്ലപോലെ ഫേസിൽ അബ്സോർബായി പോകണം. കുറച്ചെടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ജോജോബ ഓയിൽ ഇതുപോലെ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെറ്റുകളിലൊക്കെ ഒരുപാട് ചുളിവുകളൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നമ്മൾ ചുളിവുകളൊക്കെ ഉള്ളതിന് എന്താണ് നൈറ്റ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചില്ല. ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. ഇതുപോലെ പല എസെൻഷ്യൽ ഓയിൽസും ഉണ്ട്, ഞാൻ പലതും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ ഈ ഒരു ജോജോബ ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. ഈ ഒരു ഓയിൽ നിങ്ങൾ ഫേസിൽ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നല്ല പോലെ
ഓയിൽ കയ്യിലെടുത്തിട്ട് കൈ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിലൊക്കെ ഒരുപാട് കറുപ്പ് മാർക്കുകളൊക്കെ ഉള്ളവരില്ലേ, നല്ലപോലെ കണ്ണിന്റെ അടിഭാഗത്തൊക്കെ ഈ വിരൽ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തും കണ്ണിന്റെ മുകളിലും ഒക്കെ നല്ലപോലെ ഒന്ന് ഒരു 2-3 റൗണ്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും സ്കിന്നിൽ നല്ലപോലെ നിങ്ങൾ അബ്സോർബ് ആയിട്ടുണ്ടാവും. ഒരു ചെറിയ എണ്ണമയം മാത്രമേ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ഓയിലി ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ ചെറിയ രീതിയിൽ ഓയിൽ അറിയാൻ പറ്റും. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നാച്ചുറൽ മോയ്സ്ചറൈസർ പോലെ ഇത് ആക്ട് ചെയ്യും. നല്ലതാണ്. നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കിടക്കുക. ഒരാഴ്ച നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്കിന്ന് നല്ല തിളങ്ങുന്നതും സ്കിന്നിലെ ചുളിവുകളൊക്കെ കുറഞ്ഞു വരുന്നതും. കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിലെ ചുളിവുകളെ മാറ്റാനും സ്കിൻ നല്ല തിളക്കമുള്ളതാക്കി മാറ്റാനും കഴിയും. ഇനി വേറൊരു ഗുണം എന്ന് പറയുന്നത്, ചിലർക്കൊക്കെ സ്കിന്നില് സോറിയാസിസ്, എക്സിമ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഡ്രൈ പാച്ചസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. അവർക്കും ഈ ജോജോബ ഓയിൽ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ആകും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജോജോബ ഓയിൽ എടുക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലോ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ഈ ജോജോബ ഓയിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പൊ എന്താ പറ്റുക, നമുക്ക് മോയ്സ്ചർ കുറവുള്ളത് കൊണ്ടാണ് ഈ എക്സിമ, സോറിയാസിസ് പോലുള്ള പ്രോബ്ലംസ് സ്കിന്നിന്റെ പുറത്ത് വരുമ്പോൾ ആ ഭാഗത്ത് മോയ്സ്ചർ കുറവായിരിക്കും. അപ്പൊ ആ മോയ്സ്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ജോജോബ ഓയിൽ സഹായിക്കും. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി ആ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക, ജസ്റ്റ് വിട്ടേക്കാം. ഡെയിലി രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ ആ പ്രോബ്ലം ഉള്ളത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് തലമുടിയിലും. ജസ്റ്റ് ഒരു ഡ്രോപ്പ് കയ്യിലെടുത്ത് നല്ലപോലെ ചൂടാക്കുക. എന്നിട്ട് തലമുടിയിൽ ഇങ്ങനെ ആക്കിയിട്ട് തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഡാൻഡ്രഫ് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ മസാജ്, ജസ്റ്റ് തലയോട്ടിയിൽ മാത്രം, മുടിയിലൊന്നും വേണമെന്നില്ല. മുടിക്കും നല്ലതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ മുടിയൊക്കെ നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഡാൻഡ്രഫിന് നല്ലപോലെ ഒന്ന് മസാജ് കൊടുക്കുക, വാരി കെട്ടി വയ്ക്കുക. ദാറ്റ്സ് ഓൾ. എപ്പോഴും സമയം കിട്ടുമ്പോൾ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മുഖം നല്ല ഷൈനിങ് ആയിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളവർക്ക് കണ്ടിട്ടില്ലേ, ഫേസിലൊക്കെ വെളിയിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു മേക്കപ്പ് ഇട്ടാൽ പോലും ഭയങ്കരമായിട്ട് ഒരുമാതിരി ഇരിക്കും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഫേസ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു എന്താ പറയുക ടോണറൊക്കെ അപ്ലൈ ചെയ്യുക. എപ്പോഴും നിങ്ങൾ നല്ല ഒരു ടോണറും നല്ല ഒരു ക്ലെൻസറും ഒക്കെ ഫേസിൽ യൂസ് ചെയ്യണം. ക്ലെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാച്ചുറൽ ആവാം, എന്തായിരുന്നാലും നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ജോജോബ ഓയിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് മുഖം ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഒരു രീതിയിലുള്ള ഡ്രൈനെസ്സും ഉണ്ടാവത്തില്ല. മുഖം നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് വെളിയിലൊക്കെ പോയി ഒരു ജോജോബ ഓയിൽ വാങ്ങിക്കണം എന്ന് എങ്ങനെ ആയിരുന്നാലും എബവ് 1000 rupees ആകും നമ്മൾ പോകുമ്പോൾ. ഇതുപോലെ എസൻഷ്യൽ ഓയിൽസിനൊക്കെ വില കൂടുതലാണ് അല്ലേ. ഇതിന്റെ വില എന്ന് പറയുന്നത് 1000 rupees ആണ്. നോക്കട്ടെ, അല്ല 1000 അല്ല, 699 rupees ആണ് കേട്ടോ ഇതിന്റെ വില. ഇത് നല്ല പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ള സംഭവമാണ്. നല്ല നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും കുറച്ച് പൈസ കൊടുത്താൽ 699 എന്ന് പറയുമ്പോൾ 700 rupees അല്ലേ. കുറച്ച് നമ്മൾ വാങ്ങിച്ചാലും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ലതായിട്ടുള്ളത് വാങ്ങിക്കുക. ഓക്കെ, അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ജോജോബ ഓയിൽ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എസൻഷ്യൽ ഓയിൽ അതിന്റെ ഗുണങ്ങൾ. ഇതിപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ അറിയാൻ പറ്റുമായിരിക്കും. ഇത് ഇടുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിളക്കം നമ്മുടെ മുഖത്തിന് കിട്ടും. നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖം നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിളക്കം, നമ്മുടെ ഇവിടെയൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കും ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഇത് ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു എന്താ പറയുന്ന ഒരു സർപ്രൈസ് കൂടെ നിങ്ങൾക്ക് ഒരാൾക്ക് തരുന്നുണ്ട്. നമ്മുടെ വീഡിയോകളെ കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ പതിവായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നോട് അഭിപ്രായങ്ങൾ പറയുന്ന, എന്നോട് നേരിട്ട് വിളിച്ചു പറയുന്നവരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്, മെയിൽ അയക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നമ്മുടെ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമന്റിന് ഞാൻ ഈ ഒരു ജോജോബ ഓയിൽ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ കമന്റ് ഇടുക, കമന്റിൽ ഏറ്റവും നല്ല അഭിപ്രായം പറയുക. നല്ലത് മീൻസ് എന്നെ പുകഴ്ത്തി പറയാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ വീഡിയോകളെ കുറിച്ച് അഭിപ്രായം പറയുക. അതിൽ ഏറ്റവും നല്ല അഭിപ്രായം, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു കമന്റ്, അതൊരു 3 ലൈക്ക് ആയിക്കോട്ടെ 4 ലൈക്ക് ആയിക്കോട്ടെ, അതിന് ചിലപ്പോൾ 4 ലൈക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് എങ്കിൽ അയാൾക്ക് ഈ ഒരു ജോജോബ ഓയിൽ ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ,
ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ നോക്കട്ടെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഇതല്ല പുതിയതായിട്ട് അയച്ചു തരുന്നതാണ്. ഇവരുടെ പാക്കിംഗ് ഒക്കെ നല്ല ഫുഡ് പാക്കിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ നല്ലൊരു ബോക്സിലൊക്കെയാണ് ഇവർ പാക്ക് ചെയ്ത് അയക്കുന്നത്. നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത്, ബോട്ടിൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്താണ് ഇവർ അയക്കുന്നത്. പിന്നെ മുഖക്കുരു ഉള്ളവർക്ക്, അത് ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയതാണ്, പിമ്പിൾ ഉള്ളവർക്ക് ജോജോബ ഓയിൽ ടീ ട്രീ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മുഖത്തിടുവാണെങ്കിൽ നല്ലപോലെ മുഖക്കുരു മാറാനായിട്ട് സഹായിക്കും. ടീ ട്രീ ഓയിലിൻ്റെയും ബാക്കിയുള്ള അരഗൻ ഓയിലിൻ്റെ ഒക്കെ റിവ്യൂസ് ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സർപ്രൈസിനെ കുറിച്ച് ആരും മറക്കണ്ട. തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.